മന്ത്രിസഭ അധികാരത്തിലേറിയിട്ട് അഭിമാനാർഹങ്ങളായ 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. എന്റെ സഹമന്ത്രിമാരായ നിങ്ങളുടെ എല്ലാം അകൈലവമായ ആത്മാർത്ഥതയും പ്രയത്നവുമാണ് ഈ വിജയത്തിന് പിന്നിലുള്ളതെന്ന് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം പരമാവധി നാം വാങ്ങി ഔദ്യോഗിക തലങ്ങളിലെ അഴിമതികൾ അവസാനിപ്പിച്ചു, ക്രമസമാധാനം പുനഃസ്ഥാപിച്ചു. ഈശ്വരൻ കനിഞ്ഞു നൽകിയ കേരളത്തിലെ പ്രകൃതി ഭംഗിയെയും പരിതസ്ഥിതി സന്തുലിതാവസ്ഥയെയും തകിടം മറച്ചിരുന്ന മരം വെട്ടൽ, വനനശീകരണം, അനധികൃത കുടിയേറ്റം ഇവയെല്ലാം ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ച ആഭ്യന്തര വകുപ്പ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. എന്നിരുന്നാലും കൃഷ്ണഗിരി വനങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരെ നേരിടുന്നതിനിടയിൽ വീരമൃത്യു അടഞ്ഞ സബ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ നമ്മളുടെയൊക്കെ മനസ്സിൽ ദുഃഖസ്മരണകൾ ഉണർത്തുന്നു. കൃത്യവിലോപം കൊണ്ടല്ല, എങ്കിലും അതിനിടയാക്കിയവരെ പിടികൂടാനുള്ള കാലവിളംബരം അനാവശ്യമായ അപവാദങ്ങൾക്ക് വഴിയൊരുക്കും. ചുരുങ്ങിയ കാലമേ അധികാരം നമ്മുടെ കൈകളിലുണ്ടാവും. കറപുരളാത്ത കൈകളോടെ ഇനിയും നമുക്ക് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതാണെന്നുള്ള വസ്തുത നാം ഒരിക്കലും മറക്കരുത്. 1 വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നെ എടുത്ത് പുറത്തു കളയും. അതിനുള്ളിൽ കടിഞ്ഞാൻ നീ കൈവശപ്പെടുത്തിയിരിക്കണം. ഞാൻ പറയുമ്പോ ഇവിടത്തേക്ക് വിഷമം തോന്നരുത്. പോലീസ് അസോസിയേഷനിലൊക്കെ ഇത്തിരി അബ്ജക്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഓഫീസേഴ്സ് അസോസിയേഷനിൽ. കൃഷ്ണകുമാർ മരിച്ചിട്ട് ഇത്രയും നാളായിട്ടും ഇതേവരെ ജയനെയും കൂട്ടരെയും... ജയൻ എന്റെ പോക്കറ്റിലാണോ കിടക്കുന്നത്? പിടിക്കേണ്ടത് അവരല്ലേ, ഞാനാണോ? പ്രതിയെ പിടിക്കേണ്ടത് പോലീസുകാരുടെ കടമയാണ്. ആഭ്യന്തരമന്ത്രിക്ക് ലാത്തിയും തൂക്കി ഇറങ്ങി നടക്കാൻ ഒക്കത്തില്ല. തന്നെയുമല്ല, ഇവിടത്തെ ആൾക്കാർ കാശും പണവും വാങ്ങി പോലീസിൽ ആളെ എടുക്കുന്നുവെന്ന് പരാതിയുമുണ്ട്. കുറെ പുണ്യവാളന്മാര്. ഈ കൈക്കൂലിയൊക്കെ നിർത്താൻ എനിക്കും അറിയാം. 1.5 രൂപ വാങ്ങിക്കുന്ന സാധാ കോൺസ്റ്റബിൾ തുടങ്ങി 10,000-ഉം ലക്ഷവും വാങ്ങിക്കുന്ന നിങ്ങൾ IPS വരെ കൈക്കൂലി ഞാൻ നിർത്തി കാണിച്ചു തരാം. കാണണോ? അല്ല, അത് വേണ്ട. ചെകുത്താൻ വേദം ഓതണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക്. ഇന്നലെ CM-ഉം 2 കല്ല് വെച്ച് വർത്തമാനം പറഞ്ഞു. എനിക്കതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല. അതൊക്കെ പോട്ടെ, അസൂയക്കാരങ്ങനെ പലതും പറയും. എനിക്കിന്നൊരു ന്യൂസ് കിട്ടി. എന്താണ്? ജയൻ തിരുവനന്തപുരത്ത് എവിടെയോ ഉണ്ട്. നമ്മുടെ മൂക്കിന് താഴെ തന്നെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. നേരോ നുണയോ എന്നറിയില്ല, വെറും ഒരു ന്യൂസാണ്. ഇവിടെ എവിടെയോ ഒരു ഒളി സങ്കേതത്തിൽ അയാളുണ്ട്. അയാൾക്കെതിരായുള്ള നമ്മുടെ നീക്കങ്ങളെല്ലാം കൃത്യസമയത്ത് അയാൾ അറിയുന്നുമുണ്ട്. അതായത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വാർത്തകൾ ചോരുന്നു. റൂട്ട് ഏതാണെന്ന് മാത്രം പിടിയില്ല.
താങ്കൾ ചോദിച്ച തുക വളരെ കൂടുതലാണ് മിസ്റ്റർ തോമസ്. ബാക്കി 20 പേർക്കും ഞാൻ ഇത്രയും വലിയ തുക കൊടുത്തിട്ടില്ല. ചോദിച്ച പണം ഞാൻ തരാം, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കൂടെ നിൽക്കണം. മീൻസ് അസംബ്ലിയിൽ ഭരണ മുന്നണിക്കെതിരെ പോലും വോട്ട് ചെയ്യാൻ തയ്യാറാകണം എന്നർത്ഥം. ജയനവിടെ എവിടെയാണ് ജയൻ? കൊല്ലും നിന്നെ ഞാൻ. പറയടി. സ്നേഹം അഭിനയിച്ച് എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? കഴിവറ മോളെ, എന്നെ വഞ്ചിച്ചാരെയും ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ. പറയടേ, എവിടെ ജയൻ? പറയാൻ. പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? കൊല്ലും അല്ലേ? ഓടാ. പാതിരാത്രിയിൽ ആരോരുമില്ലാത്തൊരിടത്ത് കൂട്ടിക്കൊണ്ടുവന്ന് കൊല്ലുമെന്ന്. ധീരൻ. രാത്രിയിൽ താൻ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമല്ലോ മുഖ്യമന്ത്രിയുടെ മുഖം കണ്ട്. എന്തേ അയാളുടെ നേരെ ഇത് ചൂണ്ടാൻ ധൈര്യമില്ലാതെ പോയി? എന്നെ കൊല്ലാൻ ഈ പരാക്രമത്തിന്റെ ഒന്നും കാര്യമില്ല. എവിടെ വെച്ചും കൊല്ലാം, ആരും ചോദിക്കാനില്ല. ജയൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. എന്നും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. എനിക്ക് അയാളെ ഇഷ്ടമാണ്, ബഹുമാനമാണ്. ഞാൻ അയാളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണ്. താൻ എന്ത് ചെയ്താലും ജയൻ എവിടെ ഉണ്ടെന്ന് ഞാൻ പറയില്ല. പറയിപ്പിക്കാൻ ധൈര്യമുണ്ടോ? ഒരു പോലീസുകാരനെ കൊന്നതിലുള്ള ധർമ്മരോഷമാണല്ലോ തനിക്ക്. ഒന്നും അറിയാത്ത 15 പാവങ്ങൾ അന്നവിടെ വേറെ മരിച്ചു. വെടിയേറ്റ്, പോലീസിന്റെ വെടിയേറ്റ്. അന്ന് തന്റെ പോലീസും ഗുണ്ടകളും എത്രയെത്ര അമ്മമാരെയും സഹോദരിമാരെയും മാനഭംഗപ്പെടുത്തി. അതിലൊന്നും അയാൾക്ക് ധർമ്മരോഷമില്ല. എങ്ങനെ ഉണ്ടാകാനാ? ബാല്യക്കാരിയെ പ്രേമിക്കാൻ ഭാര്യയെ തൊഴിച്ചുകൊന്ന തന്തയുടെ മകനല്ലേ താൻ? ജയനൊന്ന് നിങ്ങളോട് കരഞ്ഞപേക്ഷിച്ചതല്ലേ പോലീസിനെ വിടരുതെന്ന്? അവിടെ നടന്ന എല്ലാ പാതകങ്ങൾക്കും താനാണ് ഉത്തരവാദി. യു ആർ എ ക്രിമിനൽ. എനിക്ക് ജയനെ ഒന്ന് കാണണം. ആഭ്യന്തരമന്ത്രിയായിട്ടല്ല, നിങ്ങളുടെ മഹയായിട്ട് പ്ലീസ്. എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇത് വെച്ചോളൂ. ആരാ? മായി. ഞാൻ അവനെ കൊല്ലും. എന്താ ഇത്?
ജയനെയും അവന്റെ കൂട്ടുകാരെയും വർഷങ്ങളായി എനിക്കറിയാം. എന്നെ എറിഞ്ഞത് അവരല്ല, അത് മറ്റാരോ ആണ്. ഞാനാണെന്ന് വിചാരിച്ചെറിഞ്ഞതുമല്ല. ഇല്ല സർ, സാറിന് തെറ്റുപറ്റിയതാണ്. അത് ജയൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. സുകുമാരക്കുറിപ്പാണെന്ന് കരുതി താൻ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? 4. കേട്ടോ, കണ്ടെങ്കിൽ കണ്ടെന്ന് പറഞ്ഞാ മതി, കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയണം. അത് മുഖത്ത് നോക്കി സംസാരിക്കണോ? ജയനെത്താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. ജയനെ പോലൊരാൾ. ജയനെ പോലെ ഒരാളെ അല്ല, ജയനെത്താൻ കണ്ടോ? ഇല്ല സർ, ഇല്ല. ഇല്ല. ജയനെ പോലെ ഒരാളെ കണ്ടതിനാണ് ഇയാൾ ഈ കാട് വിളക്കി വന്നിരിക്കുന്നത്. അധികം സ്മാർട്ട് ആകരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോവും. മനസ്സിലായോ? ശരി സർ. തപ്പിക്കോ. നിങ്ങളല്ലാതെ വല്ലവരും ഇയാളൊക്കെ പറയുന്നതായിട്ട് വിശ്വസിക്കൂ? സാർ, നിങ്ങൾക്കിതൊരു തോട്ടത്തിന്റെ മാത്രം പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത്. ജയനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വിടുമോ സാർ? എന്തായാലും ഇത് മഹാബോറായി പോയി. വെറും ഒരു SIയും കൂട്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയോട് കൂട്ടി ചോദിക്കുക. ഇതൊരുമാതിരി അടുക്കളക്കാരി പെണ്ണുങ്ങളുടെ സ്വഭാവമായി പോയി. ഏതായാലും നമുക്ക് നാളെ സംസാരിക്കാം. എനിക്കൊന്ന് കിടക്കണം, വല്ലാത്ത ക്ഷീണം. ഇവരെ ഒതുക്കേണ്ട സമയമായി. നാളെ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ യോഗം വിളിച്ചു കൂട്ടണം. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ആലോചിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. തുറന്ന മനസ്സോടെ എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി CM സംസാരിക്കും. ആദർശാധിഷ്ഠിതമായ ഒരു ഭരണ സമ്പ്രദായമാണ് ഈ മന്ത്രിസഭ ഇതുവരെ തുടർന്നു പോകുന്നത്. ഭാവിയിലും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്നാൽ കാലങ്ങൾ കഴിയും തോറും നമ്മുടെ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള അടിവേരുകൾ നഷ്ടപ്പെട്ടു വരികയാണെന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ ഉള്ളതിനേക്കാൾ കഴിവും വിദ്യാഭ്യാസവും പ്രവർത്തന പരിചയവുമുള്ള നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയിലാണുള്ളത്. ആരാണവർ? നമ്മൾ തന്നെ. കഴിവുള്ള നമ്മളെല്ലാം അധികാരത്തിന്റെ കസേലകളിൽ കുത്തിയിരുന്നാൽ പാർട്ടി ആര് നയിക്കും? ആര് വളർത്തും? ഈ മന്ത്രി ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി എ ഗ്ലോറിഫൈഡ് മാനേജേഴ്സ് പോസ്റ്റ്. ഒരു IAS കാരന് ചെയ്യാനുള്ള പണിയേ ഇവിടെയുള്ളൂ. സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്ന് വേണം നാം ഇനി പാർട്ടിയെ പടുത്തുയർത്തേണ്ടത്. ഹരിജനങ്ങൾ, ഗിരിജനങ്ങൾ, തൊഴിലാളികൾ, ചെറുകിട കർഷകർ, അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർ, ഇവരുടെ എല്ലാം ആത്മാവ് ഇന്ന് പ്രതിപക്ഷങ്ങളുടെ കൂടെയാണ്. മന്ത്രി കസേരകൾ വലിച്ചെറിഞ്ഞ് നാം തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എങ്കിൽ മാത്രമേ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ഉയിരും തേജസ്സും തിരിച്ചു കിട്ടുകയുള്ളൂ. അവറാച്ചനെയും എന്നെയും കേശവപിള്ളയെയും പോലുള്ള വൃദ്ധന്മാർ ഈ വൈകിയ വേളയിൽ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിൽ അർത്ഥമില്ല. ഓടി നടന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല. നിങ്ങളിൽ യുവരക്തവും ഊർജ്ജസ്വലതയുള്ളവരുണ്ട്, പ്രവർത്തനശേഷിയുള്ളവരുണ്ട്. രാഷ്ട്രം നിങ്ങളെ ഉറ്റുനോക്കുന്നു, പാർട്ടി നിങ്ങളെ ഉറ്റുനോക്കുന്നു, ജനങ്ങൾ നിങ്ങളെ ഉറ്റുനോക്കുന്നു. അത് കണ്ടില്ല എന്ന് നടിച്ചാൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മഹാത്മാഗാന്ധിയും AKജിയും ഒരിക്കലും മന്ത്രിമാരായിരുന്നിട്ടില്ല. പക്ഷേ ജനങ്ങൾ ഇന്നും ആരാധനയോടെ അവരെ സ്മരിക്കുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തു പോയാൽ അത് അനാവശ്യമായ തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തും. അതുകൊണ്ട് ആദ്യ ബാച്ച് എന്ന നിലയിൽ ഗ്രാമവികസന മന്ത്രി ശ്രീ ഗോപാലപിള്ളയും ആഭ്യന്തരമന്ത്രി ശ്രീ മഹേന്ദ്രവർമ്മയും പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ തയ്യാർ.
എന്താ പാർട്ടി പ്രവർത്തനം നടത്താനുള്ള രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല. തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ. ഹൈക്കമാൻഡിന്റെ ഉത്തരവാണ്. രാജിവെച്ചേ തീരൂ. ഏത് ഹൈക്കമാൻഡാ സാറേ? നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ, ഹൈക്കമാൻഡാണോ? എനിക്ക് രാജിവെക്കാൻ സൗകര്യമില്ലെന്ന് സാർ അവരെ പറഞ്ഞ് മനസ്സിലാക്ക്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ഞാൻ ഈ കസേരയിലെത്തിയത്. അത് സാറിനും അറിയാമല്ലോ. അതിന്റെ പലിശയെങ്കിലും ഞാനൊന്ന് ഈടാക്കട്ടെ. ഞാൻ ഒഴികെ ആർക്കും ധൈര്യമായിട്ട് രാജിവെക്കാം. മുടക്കൊന്നുമില്ലല്ലോ, സമ്പാദ്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ മന്ത്രിമാരെങ്ങനെയാ സാറേ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്? ശർക്കര ഭരണിയിൽ കിടന്ന കൈകളാ. അത് വെറും ഭരണിയിൽ ചെല്ലുമ്പോഴേ ചൊറിയും. എക്സ്ക്യൂസ് മീ, എനിക്ക് നല്ല സുഖമില്ല, ഡോക്ടറെ ഒന്ന് കാണണം.